വയലാലിൽ വീട്ടിലെ മാങ്കോസ്റ്റിൻ മരങ്ങൾ വെയിലേറ്റ് ഉണർന്നു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ധനുവിൽ ഇവിടെ ഓർമ്മകളുടെ മഞ്ഞുതുള്ളികൾ. വീട്ടിൽ നിന്ന് 10 അടി ഇറങ്ങി നടന്നാൽ ഒരു ഉത്സവം നടക്കുന്നുണ്ട്. ബേപ്പൂരിന്റെ കടൽ തീരത്ത് ഒരു നാട് അവിടേക്ക് പരക്കം പായുന്നു. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ബേപ്പൂർ ഫെസ്റ്റിൽ എന്താണുള്ളത്, ആരൊക്കെയാണ് വരുന്നത്, എല്ലാം അറിയണം. അതിന് സുൽത്താന്റെ ഒരാള് ദൂതനെ പോലെ നടപ്പുണ്ട്. പണ്ടേക്കു പണ്ട് തലയോലപ്പറമ്പിലെ വീട്ടിൽ വെച്ച് ബാല്യകാല സഖി അകത്താക്കിയ, പുതപ്പു തിന്നാനൊരുങ്ങിയ അതേ ആടിന്റെ വംശാവലിയാണ് ഞാനുമെന്ന മട്ടിൽ ഒരുവൻ. ഫെസ്റ്റിന്റെ പ്രധാന കവാടത്തിനരികെ തന്നെയാണ് കിടപ്പ്. ഒരു ചെറിയ കീഴ്ത്താടി, മടങ്ങിയ കൊമ്പുകൾ, നല്ല ചുറുചുറുക്ക്. ഫെസ്റ്റിന്റെ ഇടയിലൂടെ നടന്നു. പാത്തുമ്മയുടെ ആടിനെ പോലെ ഞാനാണ് ഈ ഭൂമിയുടെ അധികാരി എന്ന മട്ടിൽ. പാത്തുമ്മൻ്റെ ആടിലമാരില്ല ആടുകളെന്നല്ല ഇപ്പോഴത്തെ ആടുകൾ പറഞ്ഞാൽ വരേക്കില്ല. അതിലും ഭീകരമാണ്. എല്ലാവരും തൊട്ടുരുമി വിൽക്കും. ആടുകൾ വീട്ടിലേക്കൊന്നും പോകില്ല, ഇവിടെ തന്നെ ഉണ്ടാവുള്ളൂ. പേടി എന്ന് പറയുന്ന സാധനം ആടുകൾക്ക് പൊതുവേ ഇല്ല. ഒരു വണ്ടി വരാണെങ്കിൽ ഇവരെ മാറിക്കൊടുക്കില്ല. അയൂബ് പറഞ്ഞത് ശരിയാണ്. പഴയ ആടല്ല, അവന്റെ ഉപ്പൂപ്പാന്റെ ഉമ്മ ലോകം കണ്ട മികച്ച കൃതിയിലെ നായികയാണ്. എന്തിനു കുറയ്ക്കണം? അതും ബേപ്പൂരിൽ ഒരു പരിപാടി നടക്കുമ്പോൾ. രാത്രിയായി. കൂട്ടിലോ മരത്തിന് താഴെയോ കയറണമെന്ന ചിന്തയേയില്ല. ഫെസ്റ്റിൽ മതി മറക്കുകയാണ്. പൂഴി വീണാൽ നിലത്തെത്താത്ത ജനത്തിരക്കിൽ ആശാൻ മുന്നോട്ട്. കാരണം ഉണ്ണിമേനോന്റെ ഗാനമേളയുണ്ട്. ധൈര്യമായി എല്ലാം ആസ്വദിച്ചോ, ഞാനിവിടെയുണ്ടെന്ന് പറയും പോലെയാണ് ക്ഷീണിച്ചുള്ള കിടപ്പ്. ഇവിടെ കണ്ടതും കേട്ടതുമെല്ലാം ഒരു പക്ഷേ അങ്ങ് ദൂരെ ഒരാളിലേക്ക് എത്തിക്കുന്നുണ്ടാകാം. അവിടെ അക്ഷരങ്ങളുടെ ഭ്രാന്തു പൂക്കുന്ന നേരം പുനർജനിക്കുന്നുമുണ്ടാകാം.